ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു മാപ്പ് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഭൂപടം നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചിഹ്നങ്ങളെ പറ്റി. എന്തൊക്കെ ചിഹ്നങ്ങളാണ് ആ ഭൂപടത്തിൽ ഉള്ളതെന്ന് അതിന്റെ സൈഡിൽ ഇങ്ങനെ എന്ത് ചെയ്തിരിക്കും, വിശദീകരിച്ച് കൊടുത്തിരിക്കും. വലത് സൈഡിലായിട്ട് അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് വലത് സൈഡിലായിട്ടോ എന്ത് ചെയ്തിരിക്കും, ചിത്രീകരിച്ചിരിക്കും എന്തൊക്കെ ചിഹ്നങ്ങളാണ്, എന്തൊക്കെ ചിഹ്നങ്ങൾ എന്തിനെ പ്രതിദാനം ചെയ്യുന്നു എന്നുള്ളത്. ഇത് സ്ഥിരം PSC യുടെ ക്വസ്റ്റ്യൻ മേഖലയാണ്. ഏകദേശം 50-ൽ കൂടുതൽ തവണ ഈ ഭാഗത്ത് നിന്ന് മാത്രം PSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുക സുഹൃത്തുക്കളെ. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ പറയുന്നത് ഇവിടെ. അപ്പോ ഒരു ഭൂപടത്തിലെ ചിഹ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെങ്കിൽ ചിഹ്നങ്ങളുടെ നിറങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെ പ്രതിനിധീകരിക്കാൻ കാർട്ടോഗ്രാഫർമാർ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു. ഇതാണ് പഠിക്കേണ്ട പോയിന്റ്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളെ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടി കാർട്ടോഗ്രാഫർമാർ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു. ഭൂപടത്തിലെ ഭൂസവിശേഷതകളെയും അവയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറങ്ങളും. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്. ഭൂപടത്തിലെ ഭൂസവിശേഷതകളും അവയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറങ്ങളും. അക്ഷാംശ രേഖാംശ രേഖകള്. ആദ്യം എന്താ പറഞ്ഞത്? അക്ഷാംശ രേഖാംശ രേഖകള്. വരണ്ട ജലാശയങ്ങൾ, റെയിൽവേ പാത, ടെലിഫോൺ, ടെലിഗ്രാഫ് ലൈനുകൾ, അതിർത്തി രേഖകൾ ഇവയെല്ലാം കറുപ്പ് നിറമാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണേ. ഈ ഭാഗത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണേ. അക്ഷാംശ രേഖാംശ രേഖ. വരണ്ട ജലാശയങ്ങൾ അണ്ടർലൈൻ ചെയ്തങ്ങ് പഠിച്ചോളണം. വരണ്ട ജലാശയങ്ങൾ, റെയിൽവേ പാത, ടെലിഫോൺ, ടെലിഗ്രാഫ് ലൈനുകൾ, അതിർത്തി രേഖകൾ എന്നിവ കറുപ്പ് നിറം ഉപയോഗിച്ച് രേഖപ്പെടുത്തും. നീരുറവ, സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണറുകൾ. ഇതിൽ നീരുറവ അണ്ടർലൈൻ ചെയ്തങ്ങ് പഠിച്ചോളണം. നീരുറവ, സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണറുകൾ എന്നിവ നീല നിറം ഉപയോഗിച്ച് ചിത്രീകരിച്ചിരിക്കുന്നു. നീരുറവ, സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണർ തിരിച്ചറിയുന്നതിന് നീല നിറം ഉപയോഗിക്കും. നൈസർഗിക സസ്യജാലങ്ങൾ, വൃക്ഷങ്ങൾ, പുൽമേടുകൾ, മരങ്ങളും കുറ്റിച്ചെടികളും, ഫലവൃക്ഷത്തോട്ടങ്ങൾ അണ്ടർലൈൻ ചെയ്തങ്ങ് പഠിച്ചോളണേ. എന്നിവ തിരിച്ചറിയുന്നതിന് പച്ച നിറം ഉപയോഗിക്കുന്നു. ഒന്നുകൂടി പറയാമേ. നൈസർഗിക സസ്യജാലങ്ങള്, വനങ്ങള്, പുൽമേടുകള്, മരങ്ങളും കുറ്റിച്ചെടികളും ഫലവൃക്ഷത്തോട്ടങ്ങളും തിരിച്ചറിയാനായി പച്ച നിറം ഉപയോഗിക്കുന്നു. അതിൽ ഫലവൃക്ഷത്തോട്ടങ്ങൾ അങ്ങ് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണം. വേറെ കേസുണ്ട് കേട്ടോ അതിനകത്ത്. കൃഷിസ്ഥലങ്ങൾ തിരിച്ചറിയാൻ മഞ്ഞ നിറം ഉപയോഗിക്കുന്നു. ഇതാ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ അണ്ടർലൈൻ ചെയ്ത് പഠിക്കാൻ പറഞ്ഞത് കേട്ടോ. ഫലവൃക്ഷത്തോട്ടങ്ങളാണെങ്കിൽ അവ പച്ച നിറത്തിലായിരിക്കും തിരിച്ചറിയുന്നത്. ഫലവൃക്ഷത്തോട്ടങ്ങളാണെങ്കിൽ അവ തിരിച്ചറിയാൻ പച്ച നിറം ഉപയോഗിക്കുന്നുവെങ്കിൽ കൃഷിസ്ഥലങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടി മഞ്ഞ നിറമാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. കൃഷിസ്ഥലങ്ങൾ തിരിച്ചറിയാനായിട്ട് മഞ്ഞ നിറവും ഫലവൃക്ഷത്തോട്ടങ്ങൾ തിരിച്ചറിയാനായിട്ട് പച്ച നിറവുമാണ് ഉപയോഗിക്കുന്നത്. തരിശുഭൂമി. PSC ഏകദേശം 30-ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. തരിശുഭൂമി തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറം വെള്ള നിറം. തരിശുഭൂമി തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറം എന്താണ്? വെള്ള നിറം. പാർപ്പിടങ്ങൾ, റോഡ്, പാതകൾ, ഗ്രിഡ് ലൈനുകൾ അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളണേ. ഗ്രിഡ് ലൈനുകൾ, സ്മാരകങ്ങൾ, ലൈറ്റ് ഹൗസ്, ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറമാണ് ചുവപ്പ് നിറം. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. ഇതിൽ തന്നെ ഗ്രിഡ് ലൈനുകൾ സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണേ. ഗ്രിഡ് ലൈനുകൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതിനോടൊപ്പം തന്നെ ലൈറ്റ് ഹൗസ്, ആരോഗ്യ കേന്ദ്രങ്ങൾ ഇവയൊന്ന് വായിച്ചു വെച്ചിരിക്കുക. അപ്പോ പാർപ്പിടങ്ങൾ, റോഡ്, പാതകൾ, ഗ്രിഡ് ലൈനുകൾ, സ്മാരകങ്ങൾ, ലൈറ്റ് ഹൗസ്, ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറം ചോദിച്ചാല് ചുവപ്പ് നിറമാണ്. ഒന്നുകൂടി പറയാം. അക്ഷാംശ രേഖാംശ രേഖകൾ, വരണ്ട ജലാശയങ്ങൾ, റെയിൽവേ പാത, ടെലിഫോൺ, ടെലിഗ്രാഫ് ലൈനുകൾ, അതിർത്തി രേഖകൾ എന്നിവ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറം കറുപ്പ്. നീരുറവ, സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണറുകൾ എന്നിവയുടെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറം ചോദിച്ചു കഴിഞ്ഞാൽ അത് നീല നിറം. നൈസർഗിക സസ്യജാലങ്ങൾ, വനങ്ങൾ, പുൽമേടുകൾ, മരങ്ങളും കുറ്റിച്ചെടികളും
പൂന്തോട്ടങ്ങളും ഫലവൃക്ഷത്തോട്ടങ്ങൾ എന്നിവ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറം ചോദിച്ചാൽ പച്ച നിറം. കൃഷിസ്ഥലങ്ങളാണെങ്കിൽ അത് മഞ്ഞ നിറത്തിലും, തരിശു ഭൂമിയാണെങ്കിൽ അത് വെള്ള നിറത്തിലും തിരിച്ചറിയാൻ ഉപയോഗിക്കും. പാർപ്പിടങ്ങൾ, റോഡ്, പാതകൾ, ഗ്രിഡ് ലൈനുകൾ, സ്മാരകങ്ങൾ, ലൈറ്റ് ഹൗസ്, ആരോഗ്യ കേന്ദ്രങ്ങൾ ഇവ തിരിച്ചറിയാൻ വേണ്ടി ചുവപ്പ് നിറം എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കും. ബാക്കി വെച്ചിരുന്ന പോയിന്റ് ആണ് പറയാൻ പോകുന്നത്. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ഉള്ളതുകൊണ്ടാണ് ലാസ്റ്റ് പറയാന്ന് പറഞ്ഞത്. എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് കോണ്ടൂർ രേഖകളും അവയുടെ നമ്പരും. കോണ്ടൂർ രേഖകളും അവയുടെ നമ്പരും അണ്ടർലൈൻ ചെയ്തങ്ങ് പഠിച്ചോളണേ. കോണ്ടൂർ രേഖകളും അവയുടെ നമ്പരും. ഫോം ലൈനുകൾ അതും ഒന്ന് പഠിച്ചു വെച്ചോളണേ. പാറക്കൂട്ടങ്ങൾ, ആരാണ്? പാറക്കൂട്ടങ്ങൾ. മണൽക്കൂനകളും കുന്നുകളും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറം തവിട്ട് നിറമാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പഠിക്കുവാനുള്ളതാണ്. കോണ്ടൂർ രേഖകളും അവയുടെ നമ്പരും, ഫോം ലൈന്, പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകളും മണൽക്കുന്നുകൾ എന്നിവ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറം എന്ന് ചോദിച്ചാൽ തവിട്ട് നിറമാണ്. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ളത് കൊണ്ടാണ് അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടി പറയാം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പഠിക്കുക. കോണ്ടൂർ രേഖകളും അവയുടെ നമ്പരും, ഫോം ലൈന്, പാറക്കൂട്ടങ്ങള്, മണൽക്കൂനകളും മണൽക്കുന്നുകളും എന്നിവ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന നിറം എന്ന് ചോദിച്ചാൽ അത് തവിട്ടു നിറമാണ്. ഏത് നിറമാ സുഹൃത്തുക്കളെ? തവിട്ടു നിറമാണ്. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായി പഠിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.